എല്ലാവർക്കും ഹാപ്പി വിത്ത് സയൻസ് ലൈഫിലേക്ക് സ്വാഗതം. എന്തിനു ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ അച്ചീവ്മെൻറ്റ് പ്ലാന്റ് ഒരു 5 വാങ്ങിച്ചതാ. ഓണത്തിന് 50 രൂപ വെച്ചിട്ട് ഒരു സെലർ ചെയ്യുന്നു യൂട്യൂബിൽ തന്നെ. അതിൽ 5 2 ജിഫിയിൽ വാങ്ങിച്ചതായിരുന്നു. 2 കിട്ടിയപ്പോൾ അതിൽ റൂട്ട് പോലും ഇല്ല, ഉണങ്ങിയിട്ട് കിട്ടിയത്. പിന്നെ കംപ്ലയിൻറ്റ് ചെയ്താൽ നമുക്ക് അവർ എന്താ ചെയ്യുക, അവർക്ക് പണ്ട് കാര്യമില്ല. പക്ഷേ റൂട്ടുള്ളത് അയക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിൽ കസ്റ്റമർ ഞാൻ കുറേ പ്ലാന്റ് വാങ്ങിച്ചതിൻ്റെ ഫേവറേറ്റ് കസ്റ്റമർ എനിക്ക് എല്ലാവരെയും ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ഞാൻ സാധാ വീട്ടമ്മയാണ്. പിന്നെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ വെറുതെ എൻ്റെ 2 ദിവസം വിട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, അതിൽ ആ ഓക്കടിൻ്റെ എനിക്ക് ഇത്രയും റെസ്പോൺസ്, കുറേ പേര് എന്തോരം പേര് എന്താ പറയുക, കുറേ പേര് ഫോം വിളിച്ച് കുറേ പേര്. അങ്ങനെ ഞാൻ ഇന്നാണ് കാലത്ത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ പ്ലാന്റുകളുടേത്. ആ 500 ഉണ്ടായിരുന്നു ആദ്യത്തേതിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കസ്റ്റർ നഴ്സറിയാണ്, കസ്റ്റർ 1000 റീസ്റ്റോക്ക് ചെയ്തു. അതെല്ലാം ഞാൻ കൊടുത്തു ഇന്നലെ ഉച്ചയോട് കൂടി. പിന്നെ ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് ഉച്ചയോട് കൂടി കഴിഞ്ഞു പ്ലാന്റ്. അതായത് പിന്നെ എനിക്ക് ബിസിയാണ്, കാരണം എനിക്ക് സ്ലിപ്പുകൾ എനിക്ക് അയക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾക്ക് പൈസ ഒന്ന് ഇരുന്നാൽ മതി. എനിക്കെന്ന് പറഞ്ഞാൽ പുറകിൽ ഒരു സെല്ലറെ കുറേ ബുദ്ധിമുട്ടുണ്ട് ഓൺലൈൻ ചെയ്യുമ്പോൾ. അത് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്ന ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ കുറേ നെഗറ്റീവ് കമ്പനി. ഞാൻ ഈ സഹനത്തിൻ്റെ തീച്ചുള്ളിൽ കിടന്ന് വെന്ത് അഗ്നിയിൽ കിടന്ന് ശുദ്ധി ചെയ്തപ്പെട്ടവളാണ് ഞാൻ, ഈ സിനി വർഗീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചെറുപ്പം തൊട്ടേ എനിക്ക് ഫുള്ള് സഫറിങ് ആണ്, ഇപ്പോഴും ഉണ്ട്. എന്നാലും ഞാൻ ആരെയും പറ്റിക്കാനൊന്നും ചതിക്കുവാൻ ഇത് ചെയ്തിട്ടില്ല, മനസ്സിലായ. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ലോകത്ത് ഞാൻ സ്നേഹിക്കുന്നത് ദൈവത്തെയാണ്. ഞാൻ മനുഷ്യരെ ആശ്രയിക്കാറില്ല. ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്ക് പൊടിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും ഇപ്പം എൻ്റെ ആ വീഡിയോ ഒക്കെ കഴിഞ്ഞു, ഇനി ആര് വരേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ ആ കമൻറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ആദ്യം നമ്പർ കളഞ്ഞു ഇന്നലെ. അപ്പോൾ ആൾക്കാർ നമ്പർ കളഞ്ഞു ചോദിക്കുകയാണ്. പിന്നെ എനിക്ക് സമയം വേണ്ടത്, എനിക്ക് റിപ്ലൈ തരാൻ എനിക്ക് സമയമില്ല. ഇന്നാണ് എനിക്ക് ഇപ്പോഴും സമയം. എനിക്ക് കുറേ എൻ്റെ പ്ലാനിൽ കുറേ ഉണ്ട്. അതിൻ്റെ സെലിബ്രിറ്റി നെക്സ്റ്റ് വീക്കിൽ എനിക്ക് ചെയ്യണം. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് ആരും സപ്പോർട്ടീവ് ഇല്ല. എന്നാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒറ്റയ്ക്ക് പൊടുത്താൻ ഞാൻ തയ്യാറാണ്, മനസ്സിലായ. കുറേ ഹെൽത്ത് ഇഷ്യൂസ് എനിക്കുണ്ട്. ഡോക്ടറെ കണ്ട് കാലത്ത് കൂട്ട് തേമാറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ഈ ബോഡിയിൽ ഇല്ലാത്ത രോഗങ്ങളിങ്ങനെ ഇല്ല എൻ്റെ കസ്റ്റമേഴ്സ്. അപ്പോൾ എന്നെ കുറേ പേർക്ക് തന്നെ അറിയാം. ആരോരുത്തർക്ക് വേണ്ടി പറയുന്നത് എത്ര നെഗറ്റീവ് കമ്പിൽ 1000 വിട്ടാലും എനിക്ക് ഞാൻ നീതിയിൽ ചെയ്യണമെങ്കിൽ എനിക്ക് കൂട്ടായിട്ട് ദൈവമുണ്ട്, പിന്നെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അത് മതി എനിക്ക്. നെഗറ്റീവിലും തളരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കുറേ നെഗറ്റീവുകളും കുറേ അവഗണനകളും കുത്തുവാക്കുകളും സഹിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എന്തിട്ടാലും എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ ഇതുവരെയ്ക്ക് ആരെയും പറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ആ 40 രൂപയുടെ ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോയിൽ ആ സെയിൽ പ്ലാന്റ് കഴിഞ്ഞു. കാരണം ഞാൻ November 30 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം കൊണ്ട് തന്നെ കുറേ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്ലാന്റ് കഴിഞ്ഞു. അപ്പോൾ ഇന്നാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയ സമയം. ഇപ്പോഴും എനിക്ക് എൻ്റെ പ്ലാന്റുകൾ നനയ്ക്കുക, ഭയങ്കര വെയിലാണ് ഇവിടെ. അപ്പം നനയ്ക്കണം, കുറേ ഇതുണ്ട്, മനസ്സിലായോ. അതുകൊണ്ട് ഇനി ആരും ആ 40 രൂപ ഓർക്കിഡായിട്ട് ചോദിച്ച് വരേണ്ട, അതില്ല, കഴിഞ്ഞു കേട്ടോ. ഓൾ പ്ലാന്റ് സെയിലായി. അപ്പോൾ അതുകൊണ്ട് സഹായിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ബിഗ് താങ്ക്സ്. സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ബിഗ് താങ്ക്സ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ എൻ്റെ പ്ലാൻസ് ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ അടീനിയോ ചെയ്യാൻ എനിക്ക് പറ്റണ്ടേ. എൻ്റെ പ്ലാൻസ് എടുത്തുകൊണ്ട് വെച്ചിട്ട് എനിക്കറിയാം ആ ഒരു ഇത് ചെയ്യണം. ഞാൻ ഒരു എടുത്തുകൊണ്ട് വെക്കണം, എന്നിട്ട് വീഡിയോ എടുക്കണം, തിരിച്ചു കൊണ്ട് വെക്കണം. ഇതൊക്കെ എനിക്ക് ഇപ്പോൾ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച എൻ്റെ പ്ലാൻസ്, എൻ്റെ റെഡീസ് ഞാൻ അടുത്ത ആഴ്ച ചെയ്യും. പിന്നെ ഒരു 1.5 കഴിഞ്ഞ് ഞാൻ ഒരു കസ്റ്റമർക്ക് കൊടുക്കാം. അതൊക്കെ ഞാൻ അടുത്ത ആഴ്ച ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എല്ലാവർക്കും നന്ദി. ഞാൻ ആരെയും പറ്റിച്ച് ജീവിക്കാറില്ല. അതെൻ്റെ കസ്റ്റമർ ഇപ്പോൾ പോലും എനിക്കിത് കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ബ്രാൻഡ്സിന് ഒരു 6 മാസം മുമ്പ് കണ്ടുവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ. അപ്പോൾ അത് എനിക്കുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. കുറേ പേർക്ക് അറിയില്ല എന്താണ് സംഗതിയെന്ന്. അപ്പോൾ അറിഞ്ഞിട്ട് നമ്മൾ പരമാവധി കമ്പനികളെ ശ്രമിക്കുക. ഒരാളുടെ ബുദ്ധിമുട്ട് എന്താണ്, ഒരു സെല്ലറുടെ ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് കസ്റ്റമറാണ്, നിങ്ങൾക്ക് ജസ്റ്റ് പൈസ ഒന്ന് നിങ്ങൾ അഡ്രസ്സ് മതി. പക്ഷേ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എൻ്റെ സഹചര്യം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.